ഫുക്രിയിലേക്ക് സ്വാഗതം. അർജൻറ്റീന നാളെ രാവിലെ 6:30 ഇന്ത്യൻ സമയം 6:30 സ്വിറ്റ്സർലൻഡിനെ ക്വാർട്ടർ ഫൈനൽ നേരിടും ലോകകപ്പിൻ്റെ. അപ്പോൾ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു. സ്കലോണി പ്രീ മാച്ച് കോൺഫറൻസിൽ അർജൻറ്റീന തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മാധ്യമപ്രവർത്തകർ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യം, ടീം എങ്ങനെയാണ്? കഴിഞ്ഞ കളിക്ക് ഈജിപ്തിനെതിരെ ഇറക്കിയ അതേ ടീമിനെയാണോ ഇറക്കുന്നത് എന്ന ചോദ്യത്തിന് ഞങ്ങൾ അക്കാര്യങ്ങളൊന്നും ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല, പക്ഷേ അതിന് സാധ്യതയുണ്ട് കഴിഞ്ഞ ടീമിനെ ഇറക്കാൻ, അതല്ലെങ്കിൽ മാറ്റത്തിനും സാധ്യതയുണ്ട് എന്ന രീതിയിലാണ് സ്കലോണി പറഞ്ഞത്. സ്കലോണിയോട് ഒരേ ടീമിനെ തുടർച്ചയായ മത്സരങ്ങളിൽ നിങ്ങൾ ഇറക്കാറില്ലല്ലോ എന്ന ചോദ്യത്തിന് അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ മുമ്പും ഒരേ ടീമിനെ ഇറക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ അത്തരം ഇതൊന്നുമില്ല, അത്തരം പിടിവാശികളൊന്നുമില്ല എന്ന് സ്കലോണി വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അതിനർത്ഥം അതേ ടീം തന്നെ ആയിരിക്കും എന്നില്ല എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം TYC സ്പോർട്സ്, അർജൻറ്റീനയിലെ വിഖ്യാത മാധ്യമം ആയ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരുപക്ഷെ 2 മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാണ്. അതായത് കഴിഞ്ഞ ഈ മത്സരത്തിൽ ഈജിപ്തിനെതിരെ മൊളീനയാണ് ഡിഫൻസിൽ പ്രതിരോധത്തിൽ ഫസ്റ്റ് 11 ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ മോണ്ടിയാലിനെ ഇറക്കുന്നതിനെ കുറിച്ചിട്ട് അർജൻറ്റീന ആലോചിക്കുന്നുണ്ട്. അത് ഉറപ്പാക്കിയിട്ടില്ല. ഒന്നുകിൽ മൊളീന, അതല്ലെങ്കിൽ മോണ്ടിയാൽ എന്നുള്ളതാണ്. അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ മക്കാലിസ്റ്റർ ആണ് കഴിഞ്ഞ തവണ ഫസ്റ്റ് 11 ഉണ്ടായിരുന്നത്. പക്ഷേ മക്കാലിസ്റ്ററിന് പകരം ഒരുപക്ഷെ നിക്കോ ഗോൺസാലസിനെ കുറിച്ചും അർജൻറ്റീന സ്കലോണി ആലോചിക്കുന്നുണ്ട് എന്നാണ് TYC സ്പോർട്സ് പറയുന്നത്. ഇങ്ങനെ 2 മാറ്റങ്ങൾ ഒരു പക്ഷേ സാധ്യതയുണ്ട്. പക്ഷേ മക്കാലിസ്റ്ററിന് തന്നെയാണ് ഗോൺസാലസിനേക്കാൾ ഫസ്റ്റ് 11 വരാനുള്ള സാധ്യത എന്നും TYC പറയുന്നുണ്ട്. പക്ഷേ ഇത്തരം 2 മാറ്റങ്ങളെക്കുറിച്ച് അർജൻറ്റീന ആലോചിക്കുന്നുണ്ട്. അതായത് മൊളീനയ്ക്ക് പകരം മോണ്ടിയാലും മക്കാലിസ്റ്ററിന് പകരം ഗോൺസാലസും. അതർവൈസ് ബാക്കിയെല്ലാം ഒരേ ടീം തന്നെയാണ്. കഴിഞ്ഞ തവണ ഈജിപ്തിനെതിരെ കളിച്ച അതേ ടീമിനെ തന്നെയായിരിക്കും ആദ്യ 11 ഇറക്കുക. മുന്നേറ്റത്തിൽ ഇത്തവണയും മെസ്സിക്കൊപ്പം ഹൂലിയൻ അൽവാരസ് തന്നെ ആയിരിക്കും ആദ്യ 11 ഉണ്ടാവുക എന്നാണ് അറിയുന്നത്. അതിന് മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല എന്നും അറിയുന്നു. എന്തായാലും സ്വിറ്റ്സർലൻഡിനെതിരായ മത്സരം അർജൻറ്റീനയ്ക്ക് കടുപ്പം തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല.